രാജ്യത്തെ മതേതര പാർട്ടികളെ ഒരുമിച്ച് അണിനിരത്തി സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ അക്ഷീണം പരിശ്രമിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. 2004 AB വാജ്പേയി സർക്കാരിനെ താഴെയിറക്കുന്നതിലും 2024 BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ടാക്കിയതിലും യെച്ചൂരി വഹിച്ച പങ്ക് വളരെ അതുല്യമാണ്. ഏകകക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും രാജ്യം കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയ കാലഘട്ടമായിരുന്നു ഇത്. അതായത് BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ഏതെങ്കിലും ഒരു മതേതര പാർട്ടിക്ക് തനിച്ച് ചെറുക്കാനാവില്ലെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് CPM ആയിരുന്നു. 1998 BJPയുടെ NDA എന്ന പരീക്ഷണം ലക്ഷ്യം കണ്ടു. AB വാജ്പേയി പ്രധാനമന്ത്രിയായി. വർഗീയത ആളിക്കത്തിയ ദിനങ്ങളായിരുന്നു ഈ സമയം മുഴുവൻ. ഗുജറാത്തിൽ നടന്നത് വലിയ വംശഹത്യയായിരുന്നു. മതേതര കക്ഷികളുടെ കൂട്ടായ്മ ഈ ഘട്ടത്തിൽ വലിയ തോതിൽ അനിവാര്യമായി വന്ന ഒരു സാഹചര്യവും നിലവിൽ വന്നു. അക്കാലത്ത് NDAയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിലും രാജ്യത്ത് വിശാല മതേതര കൂട്ടായ്മ ഉണ്ടാക്കുന്നതിലും അന്നത്തെ CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സൂര്യത്തിനൊപ്പം നിന്ന് ഈ സീതാറാം യെച്ചൂരി എന്ന യുവാവ് നടത്തിയ ഇടപെടലുകൾ വളരെ നിർണായകമായിരുന്നു. ആ മുഖംമൂടി വീഴ്ത്തിയത് തെരഞ്ഞെടുപ്പിന് മുൻപ് മുലായം സിംഗ് യാദവ്, അതുപോലെ തന്നെ കരുണാനിധി, ലാലു പ്രസാദ് യാദവ്, ശരത് പവാർ തുടങ്ങിയ നേതാക്കളുമായെല്ലാം യെച്ചൂരിക്ക് കടുത്ത വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. സൗഹൃദങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിൽ യെച്ചൂരി തന്ത്രജ്ഞനായിരുന്നു. അതായത് വളരെ രാഷ്ട്രീയമായി തന്നെ നല്ല ബോധ്യത്തോടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു യെച്ചൂരിയുടെ പ്രവർത്തനങ്ങൾ. 2004 BJP സർക്കാർ മൂക്കുകുത്തി താഴെ വീണു. മോദിയിലൂടെ 2014 ഈ BJP വീണ്ടും തിരിച്ചു വന്നു. 2024 രാഷ്ട്രീയ കാറ്റ് ശരിക്കും പറഞ്ഞാൽ മോദിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മോഡിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇലക്ട്രൽ ബോണ്ട് എന്ന തട്ടിപ്പ് സംവിധാനത്തിലൂടെ മോദിയും സംഘവും നടത്തിയ കോഴകളുടെ കെട്ടഴിഞ്ഞു വീഴുകയായിരുന്നു. മോദി അഴിമതിയുടെ പ്രതിരൂപവും ആൾരൂപവും ഒക്കെയായി മാറി. ലക്ഷ്യം കണ്ടത് സുപ്രീം കോടതിയിൽ സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് നടത്തിയ നിയമ പോരാട്ടമായിരുന്നു. അയോധ്യക്കാർ പോലും മോദിയെ കൈവിടുന്ന സാഹചര്യമുണ്ടായി. കാരണം അയോധ്യ ക്ഷേത്രത്തിൻ്റെ പേരിലെല്ലാം വലിയ തോതിൽ വർഗീയത ആളിക്കത്തിച്ച് വോട്ട് പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വലിയ തോതിൽ പരാജയപ്പെട്ടു. ഇങ്ങനെ ഒരു ഉദ്യമത്തിന് യെച്ചൂരി ഇറങ്ങി തിരിച്ചില്ലായിരുന്നെങ്കിൽ ജനവിധി മറ്റൊന്നാകുമായിരുന്നു. യെച്ചൂരിയുടെ വിയോഗം CPMനോ ഇടതുപക്ഷത്തിനോ മാത്രമല്ല, വാക്കുകളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും വർഗീയതയെ ചെറുത്തിരുന്ന ധീരനായ ഒരു നേതാവിനെയാണ് നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും മുകളിൽ കുതിര കയറുന്ന BJPയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എല്ലാം ഗവൺമെൻറ്റുകളുടെ വളരെ തന്ത്രപരമായ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സാധിച്ചത് ഒരു പരിധിവരെ ഇടത് പ്രസ്ഥാനങ്ങൾക്ക് കരുത്തായി മാറിയത്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് കരുത്തായി മാറിയത് ഇത്തരത്തിലുള്ള സീതാറാം യെച്ചൂരിയുടെ പോലുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. സീതാറാം യെച്ചൂരി ഇല്ലാത്ത ഒരു തലസ്ഥാനം, ഒരു ഡൽഹി എന്ന് പറയുന്നത് CPMനെ പോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വലിയൊരു വിടവാണെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷകർ തന്നെ സൂചിപ്പിക്കുന്നു. ഏതായാലും നികത്താനാകാത്ത ഒരു വിടവ് തന്നെയാണ് സീതാറാം യെച്ചൂരി എന്ന ആ നേതാവിൻ്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ത്യാഗസ്മരണകൾക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം മൗനം ആചരിക്കാം.